അഭിമന്യ കലറങ്ങാട്ട് പിതാവേ, അഭിമന്യ സാമ്പിക്കൽ പിതാവേ, സ്നേഹ ബഹുമാനപ്പെട്ട കൂനമാക്കളിച്ച പ്രിയ ജനവാളച്ചന്മാരെ, പ്രിയ സഹോദര വൈദികരെ, സഹോദരി സഹോദരന്മാരെ, എന്നോട് ആശംസ അർപ്പിച്ച് സംസാരിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് വർത്തമാന പുസ്തകത്തിലെ മാർത്തോമ മാർഗത്തിൻ്റെ വെളിച്ചത്തിൽ സംസാരിക്കണമെന്നാണ്. 7 മിനിറ്റ് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ 7 മിനിറ്റ് സംസാരിക്കില്ല, പേടിക്കണം. വർത്തമാന പുസ്തകം പറയമാക്കൽ തോമാ കത്തനാരും കരിയാറ്റി യൂസഫ് മൽപ്പാൻ്റെയും യാത്രാ വിവരണമാണ് നമുക്കറിയാം. ബേസ് അപ്രയം നസ്രാണി ദേറായുമായിട്ട് ബന്ധിപ്പിച്ച് ഈ അവസരത്തിൽ ഈ ആശ്രമത്തിന് ദേറായിക്ക് ആശംസകൾ പറയുമ്പോൾ എനിക്ക് തോന്നിയത്, ഈ ബേസ് അപ്രയമുമായി ബന്ധപ്പെട്ടും ഇതുപോലെ തന്നെ ഒരു ഔസേപ്പ് മെത്രാപ്പോലിത്ത അല്ലെങ്കിൽ ഒരു മെത്രാനും ഒരു തോമാ കത്തനാരുമാണ്. മാർത്തോമ ക്രിസ്ത്യാനികളുടെ പൈതൃകം പുനരുദ്ധരിക്കാൻ വേണ്ടി, മാർത്തോമ ആറാമനെ കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി സുറിയാനി പൈതൃകം എപ്രകാരം വീണ്ടെടുക്കാമെന്ന് നോക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും കൂടി ലിസ്ബണിലേക്കും റോമിലേക്കും പോയത് ഇന്ന് വർത്തമാന പുസ്തകത്തിൻ്റെ രൂപത്തിൽ നമുക്കുള്ളതുപോലെ ഈ 2 മഹാരഥന്മാർ, അതും ഏകദേശം തോമാ കത്തനാരും ഔസേപ്പ് മെത്രാപ്പൊലിത്തായും പോലെ തന്നെയുള്ള ആ ബന്ധത്തിൽ തന്നെ കഴിയുന്ന ഇവർ രണ്ടുപേരും ഒരേ ബാച്ചുകാർ തന്നെയാണെന്ന് നമുക്കറിയാം. ഇവരുടെ ഓർഡിനേഷനും ഏതാനും ദിവസങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. ഡിസംബർ 30 തോമാ കത്തനാർ അഭിഷിക്തനായെങ്കിൽ ജനുവരി 2-ാം തീയതിയാണ് പിതാവ് അഭിഷിക്തനാകുന്നത്. ഏതാനും ദിവസങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ബന്ധമാണ് എനിക്ക് ഈ ദേറായെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഒരു വലിയ ഭാഗ്യമാണത്. കരിയാറ്റി ഔസേപ്പ് മെത്രാപ്പൊലീത്ത നമ്മുടെ സഭയ്ക്ക് എന്താണോ അതും അതിലധികവുമാണ്, അതിനപ്പുറവുമാണ് നമ്മുടെ കലറങ്ങാട്ട് പിതാവെന്ന് നമുക്കറിയാം. നമുക്ക് മാത്രമല്ല, സീറോ മലബാർ സഭയ്ക്ക് മുഴുവനും. പറയമക്കൽ തോമാ കത്തനാർ ഗവർണറായിക്കൊണ്ടും അതിനു മുൻപ് ഈ യാത്രാ വിവരണത്തിലൂടെയും നമ്മുടെ സഭയ്ക്ക് നസ്രാണി സമൂഹത്തിന് നൽകിയിരിക്കുന്ന ആ വലിയ സംഭാവനയെക്കാളും വലിയ സംഭാവന ഈ ബേസ് അപ്രയം തേറ നസ്രാണി തേറ നൽകുമെന്നുള്ളതിന് അതിന് കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ കൂനമാക്കൽ തോമാ കത്തനാരോടുമാണ്. ഇവർക്ക് ഈ വർത്തമാന പുസ്തകം ഞാനിത് ഇങ്ങനെ നിർദ്ദേശം ലഭിച്ചപ്പോഴൊന്ന് മറിച്ച് നോക്കുകയായിരുന്നു. ഇന്ന് അപ്രയം പിതാവിൻ്റെ തിരുനാളുമാണല്ലോ. അപ്പോൾ ഇവർ റോമിൽ ചെന്ന് മാർപ്പാപ്പയെ കാണാനായിട്ട് കാത്തു കഴിയുന്ന സമയത്ത് ഉണ്ടായ ഒരു സംഭവം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. നമ്മുടെ പള്ളികളുടെയും നസ്രാണി സമൂഹത്തിൻ്റെയും ഗുണത്തിന് വേണ്ടുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഞങ്ങളാൽ ആകും വണ്ണം തുടർന്നും പ്രയത്നിക്കുവാൻ തന്നെ ഞങ്ങൾ നിശ്ചയിച്ചു. ഉടയ തമ്പുരാൻ്റെ തിരുമനസ്സിനൊത്തവണ്ണം നമ്മുടെ ഇടയിലുള്ള അറിവില്ലായ്മ നീക്കി നമ്മുടെ ജനങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്നതിന് ഉപകരിക്കുമെങ്കിൽ ഉപകരിക്കട്ടെ എന്ന് കരുതി അതിന് വേണ്ടുന്ന കുറേ പുസ്തകങ്ങൾ ശേഖരിച്ചു തുടങ്ങി. നമുക്ക് ഉപകാരമുള്ള വല്ല സുറിയാനി പുസ്തകങ്ങളും വാങ്ങാനുണ്ടോ എന്ന് ഞങ്ങൾ തിരയുന്നതിനിടയ്ക്ക് മാർ അപ്രയം മൽപ്പാൻ എഴുതിയ പുസ്തകങ്ങളുടെ അച്ചടിച്ച പല പതിപ്പുകളും വത്തിക്കാന എന്ന മാർപ്പാപ്പാട് ഗ്രന്ഥശാലയിൽ ഉണ്ടെന്ന് മനസ്സിലായി. ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് വാങ്ങാം. പലർക്കും മാർപ്പാപ്പ തൻ്റെ ഹിതം പോലെ സമ്മാനമായി കൊടുക്കുകയും ചെയ്തിരുന്നുവെന്ന് കേൾക്കാനിടയായി. പിന്നെ ഇവർ രണ്ടുപേരും കൂടി ഒരു അപേക്ഷ എഴുതി മാർപ്പാപ്പായ്ക്ക് സമർപ്പിച്ചു. ആ അപേക്ഷ ഇപ്രകാരമാണ്: എത്രയും ഭാഗ്യപ്പെട്ട പരിശുദ്ധ പിതാവേ, കിഴക്കേ ഇന്ത്യയിലുള്ള പ്രപ്പഗാൻഡ ഫീതയുടെ പ്രേക്ഷിത പ്രവർത്തകനായ കരിയാറ്റിൽ ഔസേപ്പ്, കടനാട്ടുപള്ളിയുടെ വികാരി പാറയമാക്കൽ തോമ എന്നീ കൽദായ സുറിയാനി ക്രമത്തിലുള്ള 2 പട്ടക്കാർ എളിമയോടുകൂടി അങ്ങയുടെ തൃപ്പാദത്തിങ്കൽ സാഷ്ടാംഗം വീണപേക്ഷിക്കുന്നത് എന്തെന്നാൽ, വത്തിക്കാന എന്ന ഗ്രന്ഥാലയത്തിൽ അച്ചടിച്ച മാർ അപ്രയമിൻ്റെ ഞങ്ങളുടെ ശുദ്ധമാന ബാവായായ, അതായത് ഞങ്ങളുടെ ആത്മീയ പിതാവിൻ്റെ പുസ്തകങ്ങളുടെ ഓരോ പ്രതി അങ്ങയുടെ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളമായി ദാനമെന്ന നിലയിൽ ഞങ്ങൾക്ക് തരുവാൻ ദയവുണ്ടാകണം. എന്തെന്നാൽ മലങ്കര രാജ്യത്തുള്ള കൽദായ സുറിയാനിക്കാർ ഒക്കെയും ഈ പുസ്തകങ്ങൾ ഇല്ലായതുകൊണ്ടത്രേ ഞങ്ങൾ ഇതിന് വേണം അപേക്ഷിക്കുന്നത്. മാർപ്പാപ്പ ആ പുസ്തകം കൊടുത്തില്ല എന്നുള്ളത് ചരിത്രത്തിൻ്റെ വേറൊരു ഗതി. സുറിയാനിക്കാരാണ് എന്നുള്ളത് ഈ നമ്മളെക്കുറിച്ച് റോമിൽ പലരും പല പരാതികളും ഇവരുടെ യാത്രയെക്കുറിച്ച് തന്നെ നൽകിയിരുന്നു. ആ പറഞ്ഞിരുന്ന പരാതികളെല്ലാം എണ്ണി അക്കവിട്ട് പറഞ്ഞ് അതിനുള്ള മറുപടി 72-ാമത്തെ പദത്തിൽ ഈ പുസ്തകത്തിൽ നൽകുന്നുണ്ട്. അതിൽ സുറിയാനിയുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം. ഞാൻ സംസാരിക്കുന്നില്ല, പറയമാക്കൽ കത്തനാരെ സംസാരിക്കാൻ അനുവദിക്കുകയാണ്. അദ്ദേഹം എഴുതുന്നു: നീയും നിൻ്റെ കാരണവന്മാരും മലങ്കര വരുന്നതിന് മുൻപ് അവിടെ നസ്രാണികൾ ഇല്ലാതിരുന്നില്ല.
നീയും നിന്റെ വംശക്കാരും ഈശോ മിശിഹ എന്നും മാർഗമെന്നും കേട്ടിട്ട് പോലുമില്ലാത്ത കാലത്ത് മലങ്കരയിൽ വിശ്വാസികളും പട്ടക്കാരും മെത്രാന്മാരും ഉണ്ടായിരുന്നു. പിന്നെ എന്നതിൽ നിനക്ക് സംശയം വേണ്ട. അതിൻ്റെ പരമാർത്ഥം നമ്മുടെ മലങ്കരയിൽ എല്ലാവർക്കും അറിയാം. ഇവിടെയുള്ള പള്ളികളിൽ ഏറിയ പോകും നമ്മുടെ ആരെന്ന് പറയുന്നു. നീ നിൻ്റെ ആശാന്മാരും മലങ്കര വരുന്നതിന് മുൻപിൽ മലങ്കര മാർഗമുണ്ടായിരുന്നു എന്ന് നീ സംശയിക്കേണ്ട. അക്കാര്യം അറിയത്തില്ല എങ്കിൽ നീ കേട്ടോ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. നല്ല ഒരുമ്പാടോടും നിരപ്പോടും കൂടെ നല്ല ഒരേ ചിന്തയും ഒരേ അഭിപ്രായവും ഒരേ ആചാരവും ഒരേ വിശ്വാസവുമായിട്ട് ദൈവത്തെ സ്തുതിച്ചും സഹോദരങ്ങളുടെ ഗുണത്തിലും ഒരുമ്പാടിലും ശ്രദ്ധിച്ചും ഞങ്ങൾ ഒരേ മനസ്സോടെ ജീവിച്ചു വന്നു. മാർത്തോമ മാർഗം എന്താണ് എന്ന് യഥാർത്ഥത്തിൽ ഇവിടെ വളരെ വ്യക്തമാണ്. തോമാ മാർഗം എന്ന് പറയുന്നത് തോമാശ്ലീഹ ഭാരതത്തിൽ കൊണ്ടുവന്ന മാർഗമായ ഈശോയെ തന്നെയാണല്ലോ. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 6 ഈശോ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ പിതാവായ തോമാശ്ലീഹയുടെ ചോദ്യത്തിന് മറുപടിയായുമാണല്ലോ. അതുകൊണ്ട് തന്നെയാകണം അദ്ദേഹം മാർഗം എന്നുള്ള അത് തന്നെ ആയിരിക്കണം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 9-ാം അധ്യായത്തിൽ സാവൂള് മാർഗത്തിൽ ചരിക്കുന്നവരെ പീഡിപ്പിക്കാൻ പോയെന്നും പിന്നീട് അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ മാർഗവാസികളെന്നാണ് ആദിമ ക്രൈസ്തവ സമൂഹം അറിയപ്പെട്ടിരുന്നതെന്ന് നടപടി പുസ്തകത്തിൽ 18, 19 തുടങ്ങിയ അധ്യായങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ വർത്തമാന പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് കാണുന്ന ഒരു തിയോളജിക്കൽ പദം, ദൈവശാസ്ത്ര പദം മാർഗമാണ്. സുവിശേഷം, ഈശോ, വിശ്വാസ ജീവിതം, ക്രൈസ്തവ ജീവിതം, ക്രൈസ്തവ സാക്ഷ്യം, പ്രേക്ഷിത പ്രവർത്തനം തുടങ്ങിയ പദങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്ന ഒരൊറ്റ പദമാണ് മാർഗമെന്നുള്ളതാണ്. അപ്പോൾ എത്രമാത്രം ഇതിന് പ്രാധാന്യം നൽകിയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഇതിൻ്റെ പ്രായോഗിക വശം നമ്മളിന്ന് മാർത്തോമ മാർഗത്തെ ലിറ്റർജി, തിയോളജി, സ്പിരിച്വാലിറ്റി, ഡിസിപ്ലിൻ, മോറൽ തിയോളജി എന്നെല്ലാം തിരിക്കാറുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം ഒരു സംഗ്രഹം നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്താണത്? നല്ല ഒരുമ്പാട്, നല്ല ഒരുമ, നിരപ്പോടെ, നല്ല സ്നേഹത്തോടെ, പിന്നെയാണ് ഒരേ ചിന്ത എന്ന് പറഞ്ഞാൽ ഒരേ നിരൂപണം, ഒരേ വായാലയം എന്ന് പറഞ്ഞാൽ ഒരേ അഭിപ്രായം, ഒരേ ക്രമം, ഒരേ ആചാരം, ഒരേ ആരാധനക്രമമായിരിക്കണം ഉദ്ദേശിക്കുന്നത്, ഒരേ വിശ്വാസവുമായിട്ട് ദൈവത്തെ സ്തുതിച്ചും സഹോദരങ്ങളുടെ നന്മയിലും ഐക്യത്തിനും ശ്രദ്ധിച്ചും ഒരേ മനസ്സോടെ ജീവിച്ചു വന്നു. ഇതേക്കുറിച്ച് ദീർഘനേരം സംസാരിക്കുന്നില്ല. ഒരപ്പൻ്റെ മക്കളെ പോലെ ജീവിക്കുന്ന നസ്രാണി മക്കളെയാണ് ഈ പുസ്തകത്തിൽ പലയിടങ്ങളിൽ പുത്തൻകൂറുകാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാരെന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മാർത്തോമ മാർഗം ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവശ്വാസം. തോമാക്കത്തനാർ കുനുമാക്കലച്ചനും എപ്പോഴും പറയാറുള്ള ഒരു നമ്മുടെ പൈതൃകത്തിൻ്റെ ഭാഗമായിട്ട് എടുത്തു കാണിക്കാറുള്ളത് നമ്മുടെ ഈ മാർത്തോമ മാർഗമാണ്. അത് ജീവിത ശൈലിയാണ്. തോമാശ്ലീഹ ഇവിടെ എത്തിച്ച സുവിശേഷമാണ്, സുവിശേഷ ജീവിത രീതിയാണ്. അപ്പോൾ അതുകൂടി ഈ നമ്മുടെ സുറിയാനി പൈതൃകവും ഭാഷയും പുനരുദ്ധരിക്കുന്നതോടൊപ്പം അതിൻ്റെ താല്പര്യം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ആ ഒരു ജീവിത ശൈലി കൂടി, നസ്രാണി ജീവിത ശൈലി കൂടി ഇതിൽ കൂടി ആഴപ്പെടുവാനായിട്ട് ഈ ബേസ് ഓഫ് ഫ്രെയിം നസ്രാണി ദേറായി സഹായകമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൻ്റെ സ്ഥാപകരായ അഭിവന്യ പലർങ്ങാട്ട് പിതാവിനും കുനുമാക്കൽ തോമാക്കത്തനാർക്കും എല്ലാവരുടെയും പേരിലുള്ള അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും ആശംസകളും